അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹ്ഹാർ അൽ അസീസിൽ ജബ്ബാർ വർ-റഹീമിൽ ഗഫ്ഫാർ വഗാഫിരിൽ ദംബി വഖാബിലിത് തൗബ്. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه وسلم تسليما دائما إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ആദരണീയരും ബഹുമാന്യരുമായ സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിനത്തിൽ അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക എന്ന സദുദ്ദേശത്തോടെ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ നാളെ പരലോകത്ത് നമ്മുടെയൊക്കെ നന്മയുടെ തുലാസ് കനം തൂങ്ങുന്ന ഒരു പുണ്യകർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. റജബ് മാസം നാം അറിയേണ്ടതും തിരുത്തേണ്ടതുമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏതാനും ചില വസ്തുതകൾ സൂചിപ്പിക്കുവാനുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 12 അറബി മാസങ്ങളിൽ 7ാമത്തെ മാസമാണ് റജബ് മാസം. ഈ റജബ് മാസത്തെ ഇവിടെ പ്രത്യേകം പരാമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? റജബ് മാസത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്താകുന്നു ആ പ്രത്യേകതകൾ? പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും പഠിപ്പിച്ചു തരുന്ന ചില പ്രത്യേകതകളാണ് അതിനുള്ളത്. എന്താകുന്നു ആ പ്രത്യേകത? പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബ 36ാമത്തെ വചനം, ആമുഖമായി ഓതിക്കേൾപ്പിച്ച വചനം, അതിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ പക്കൽ മാസങ്ങളുടെ എണ്ണം 12 ശഹ്റ 12 മാസങ്ങളാകുന്നു. ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അല്ലാഹു തആല രേഖപ്പെടുത്തിയതു പ്രകാരം
മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. ഏതാകുന്നു ആ 12 മാസങ്ങൾ? മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ. ഈ 12 മാസങ്ങളാകുന്നു അത്. ഈ 12 മാസങ്ങളിൽ അല്ലാഹു തആല പവിത്രത കൽപ്പിച്ച 4 മാസങ്ങളുണ്ട്. പ്രസ്തുത വചനത്തിൽ തന്നെ അല്ലാഹു തആല പറയുന്നു, മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ. ഈ 12 മാസങ്ങളിൽ 4 പവിത്രത കൽപ്പിക്കപ്പെട്ട മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാകുന്നു വക്രതയില്ലാത്ത മതം. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. അതുകൊണ്ട് അല്ലാഹു തആല പവിത്രത കൽപ്പിച്ച ആ 4 മാസങ്ങളിൽ നിങ്ങൾ പരസ്പരം അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പോകരുത്. ഇത് അല്ലാഹു തആലയുടെ നിർദ്ദേശമാണ്. ഇത് ആ നിലക്ക് പവിത്രത കൽപ്പിച്ചിട്ടുള്ള 4 മാസങ്ങളിൽ ഒന്നാണ് റജബ്. ഇതാണ് റജബ് മാസത്തിന്റെ ഒരു പ്രത്യേകത. ഈ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, അസ്സബാനു ഖദിസ്തദാറ, കാലം അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കഹൈഅതിഹി യൗമ ഖലഖല്ലാഹു സ്സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നത്തെ അതേ അവസ്ഥയിൽ കാലം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അസ്സനത്തു, ഒരു വർഷമെന്ന് പറയുന്നത് 12 ശഹ്റ, 12 മാസങ്ങളാണ്. മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ, അതിൽ 4 പവിത്രത കൽപ്പിക്കപ്പെട്ട മാസങ്ങളാണ്. ആ 4 മാസങ്ങളിൽ സലാസത്തുൻ മുതവാലിയാത്തുൻ, 3 മാസങ്ങൾ തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. ഏതാകുന്നു തുടർച്ചയായി വരുന്ന ആ മാസങ്ങൾ? ദുൽഖഅദ വ ദുൽഹിജ്ജ വൽ മുഹറം. ഈ 3 മാസങ്ങളും തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. 4ാമത്തെ ഒരു മാസം വറജബു മുളറ അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, ശഅബാനിന്റെയും ജുമാദയുടെയും ഇടയിലുള്ള മുളർ ഗോത്രത്തിന്റെ റജബുമാകുന്നു 4ാമത്തെ പവിത്രത കൽപ്പിക്കപ്പെട്ട മാസം. ഇവിടെ മുളർ ഗോത്രത്തിന്റെ റജബ് എന്ന് പ്രവാചകൻ വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? നമുക്കറിയാം, പവിത്രത കൽപ്പിക്കപ്പെട്ട റജബ് മാസം ഏത് എന്ന വിഷയത്തിൽ മുളർ ഗോത്രത്തിനും റബിയ ഗോത്രത്തിനും ഇടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. അത് റമളാനാണ് എന്നായിരുന്നു റബിയ ഗോത്രക്കാർ കണക്കാക്കി പോന്നിരുന്നത്. എന്നാൽ മുളർ ഗോത്രക്കാരുടെ വാദം ശരിവെച്ചുകൊണ്ടാണ് റജബ് മുളർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ വ്യക്തമാക്കിയത്. റജബ് മാസം എന്ന് പറയുന്നത് അല്ലാഹു തആല പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ്. ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യുക എന്നത് അല്ലാഹു തആല നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഇതാണ് റജബ് മാസത്തിന്റെ പ്രത്യേകത. ഈ 4 പവിത്രത കൽപ്പിക്കപ്പെട്ട മാസങ്ങൾക്കും ഇത് ബാധകമാണ്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം, തിന്മകൾ കഠിനമായി വിരോധിക്കപ്പെട്ട മാസം, നന്മകളെ ഏറെ മഹത്വമുള്ളതും പ്രോത്സാഹനീയവുമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മാസങ്ങളിൽ ഒരു മാസം. ഇതാണ് പ്രിയമുള്ളവരെ റജബ് മാസത്തിന്റെ പ്രത്യേകത. ഇതല്ലാതെ റജബ് മാസം എന്ന നിലക്ക് പ്രത്യേകമായ വല്ല ശ്രേഷ്ഠതകളോ ആചാരങ്ങളോ റജബ് മാസത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ട് ധാരാളം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ നാടുകളിൽ വളരെ വ്യാപകമായ രൂപത്തിൽ തന്നെ
പല അന്ധവിശ്വാസങ്ങളും ഈ മാസവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ റജബ് മാസം ആദ്യം അറിയിച്ചവന് പ്രത്യേക പുണ്യമുണ്ട് എന്നുള്ളത്. അവന് നരകം നിഷിദ്ധമാണ്. അതായത് റജബ് മാസം ആദ്യം അറിയിച്ചവന് പ്രത്യേക പുണ്യം, അവന് നരകം നിഷിദ്ധം. അതേപോലെ റജബ് മാസത്തിലെ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ചില ദിവസങ്ങളിൽ പ്രത്യേകമായ നോമ്പുണ്ട്. റജബ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ 100 പ്രാവശ്യം വീതം സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന ദിക്ർ ചൊല്ലണം. റജബ് 27-ന് മിഅ്റാജ് നോമ്പ് എന്ന നിലക്ക് നോമ്പ് അനുഷ്ഠിക്കണം. ഇങ്ങനെ പലതും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കൊന്നും തന്നെ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരു നോമ്പ് അനുഷ്ഠിക്കുന്നതിനോ പ്രത്യേകമായ ഒരു നിസ്കാരം നിർവഹിക്കുന്നതിനോ റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരു ഉംറ നിർവഹിക്കുന്നതിനോ മറ്റെന്തെങ്കിലും പ്രത്യേകമായ പുണ്യകർമ്മം ചെയ്യുന്നതിനോ ഇതിനൊന്നും നബിയുടെ സുന്നത്തിൽ ഒരു തെളിവുമില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നു മാത്രമല്ല, വളരെ പണ്ട് മുതൽക്ക് തന്നെ പല അന്ധവിശ്വാസങ്ങളും മൂഢമായ ധാരണകളും റജബ് മാസത്തിന്റെ പേരിൽ പ്രചരിപ്പിച്ച് പോരുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ ധാരണകളെ തിരുത്തി കുറിക്കാൻ വേണ്ടി മുൻഗാമികളായ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രചിക്കേണ്ടി വന്നിട്ടുള്ളതും. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല രചിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം. ഏതാകുന്നു അത്? തബീനുൽ അജബ് ഫീ ഫളിലി ശഹരി റജബ് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. റജബിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആശങ്കകൾ വ്യക്തമാക്കൽ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലയാണ് ആ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഏകദേശം ഹിജ്റ 594 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ മഹാനായ പണ്ഡിതൻ, അദ്ദേഹം ജീവിച്ച കാലത്ത് രചിക്കപ്പെട്ടതാകുന്നു ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയാണ്, ലം യരിദ് ഫീ ഫളിലി ശഹരി റജബിൻ വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യനിൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജതി. എന്താണ് അദ്ദേഹം പറയുന്നത്? ലം യരിദ്, വന്നിട്ടില്ല, ഫീ ഫളിലി ശഹരി റജബിൻ, റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ വന്നിട്ടില്ല. വലാ ഫീ സിയാമിഹി, ആ റജബിൽ പ്രത്യേകമായ നോമ്പ് അനുഷ്ഠിക്കണം എന്ന വിഷയത്തിലും വന്നിട്ടില്ല. വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യനിൻ, അതിന്റെ ഏതെങ്കിലും രാവിൽ, അതിന്റെ ഏതെങ്കിലും ദിവസങ്ങളിലെ നോമ്പിന്റെ വിഷയത്തിലും വന്നിട്ടില്ല. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി, അതിന്റെ ഏതെങ്കിലും രാവിൽ പ്രത്യേകം നിസ്കരിക്കുന്ന വിഷയത്തിലും വന്നിട്ടില്ല. ഹദീസുൻ സ്വഹീഹുൻ, സ്വഹീഹായ ഒരു ഹദീസും വന്നിട്ടില്ല. യസ്ലുഹു ലിൽ ഹുജ്ജതി, തെളിവിന് കൊള്ളാവുന്ന വിധത്തിലുള്ള, തെളിവിന് കൊള്ളാവുന്ന വിധത്തിലുള്ള ഒരു സ്വഹീഹായ ഹദീസും ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്ന് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ല തന്റെ ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നു. അതേപോലെ പ്രിയമുള്ളവരെ, റജബ് മാസവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ വളരെയധികം പ്രചരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്റാ മിഅ്റാജ് യാത്രയും 27-ലെ നോമ്പും. ഇത് സമൂഹത്തിൽ വളരെയേറെ പ്രചരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅ്റാജ് യാത്ര പോയത് റജബ് മാസത്തിൽ എന്ന് പറയുന്ന ചില ചരിത്ര പരാമർശങ്ങളുണ്ട് എന്നതല്ലാതെ സ്ഥിരപ്പെട്ട ഒരു രേഖയുമില്ല. എന്നാലോ ഇസ്റാ മിഅ്റാജ് സംഭവിച്ചിട്ടില്ലേ? അത് സംഭവിച്ചിട്ടുണ്ട്, അത് സത്യമാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളുടെ ഒരു ഭാഗമാണ് ഇസ്രാ മിഅ്റാജ് സംഭവം തന്നെ. പക്ഷേ എപ്പോഴാണ് ഈ ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുണ്ട്. റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. റമദാൻ മാസത്തിലാകുന്നു എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. റജബ് മാസത്തിലാകുന്നു എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഷാഫി മദ്ഹബിലെ മറ്റൊരു പണ്ഡിതനാണ് ഇമാം ഇബ്നുൽ അത്താർ അശ്ശാഫിഈ റഹിമഹുല്ലാഹ് അൻഹു. ആരാകുന്നു? ഇമാം നവവിയുടെ ശിഷ്യനാണ് അദ്ദേഹം. ഇമാം നവവിയുടെ ശിഷ്യനാണ്. ഷാഫി മദ്ഹബിൽ അംഗീകാരമുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹം. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയുന്നത് എന്താണ്? റജബു ലൈസ ഫീഹി ശൈഉം മിൻ ദാലിക ഐ അൽ ഫളായിലു. അദ്ദേഹം പറയുകയാണ്, റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരു ശ്രേഷ്ഠതയുമില്ല. റജബ് മാസത്തിന് പ്രത്യേകമായി ഒരു ശ്രേഷ്ഠതയുമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, സിവാ മാ യുശാരികു ഗൈറഹു മിനശ്ശുഹൂരി വകൗനുഹു മിനൽ ഹറം. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മറ്റു മാസങ്ങൾക്കുള്ള പ്രത്യേകത പോലെയല്ലാതെ റജബ് മാസത്തിന് മാത്രമായി ഒരു പ്രത്യേകതയുമില്ല എന്ന് ഷാഫി മദ്ഹബിൽ തന്നെ അംഗീകാരമുള്ള പണ്ഡിതൻ തന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നു. ശേഷം അദ്ദേഹം പറയുന്നു, എന്താ പറയുന്നത്? വഖദ് ദകറ ബഅ്ളുഹും, ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അന്നൽ മിഅ്റാജ വൽ ഇസ്റാ കാന ഫീഹി. ഇസ്റാഉം മിഅ്റാജും സംഭവിച്ചത് ഈ റജബ് മാസത്തിലാകുന്നു എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലം യസ്ബുത് ദാലിക, എന്നാൽ അത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. പരിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചകന്റെ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടില്ല. റജബ് മാസത്തിലാകുന്നു മിഅ്റാജ് ഇസ്റാ സംഭവിച്ചത് എന്നുള്ളത് എന്ന് ഷാഫി മദ്ഹബിൽ തന്നെ അംഗീകാരമുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നത്. ഇത് പറയുന്നത് ഹുക്മു സൗമി റജബിൻ വ ശഅബാനിൻ, റജബ് നോമ്പിന്റെയും ശഅബാനിലെ നോമ്പിന്റെയും ഹുക്മ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥത്തിലാണ്. അതിന്റെ 35-ാമത്തെ പേജിലാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇസ്റാഉം മിഅ്റാജും എപ്പോൾ റബീഉൽ അവ്വലിലാകുന്നു എന്ന് ഒരു കൂട്ടർ പറയുന്നു, റമദാനിലാകുന്നു ഒരു കൂട്ടർ പറയുന്നു. എന്നിങ്ങനെ പല അഭിപ്രായങ്ങളും പണ്ഡിത ലോകത്ത് ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി റജബ് 27-നാണ് എന്ന് സങ്കല്പിക്കുക. എന്നാൽ അന്ന് ഒരു പ്രത്യേകമായ നമസ്കാരം, അന്നേ ദിവസം ഒരു പ്രത്യേകമായ നോമ്പ് നബിയോ സ്വഹാബിമാരോ അനുഷ്ഠിച്ചതായി സ്വഹീഹായ ഒരൊറ്റ ഹദീസ് കൊണ്ടും തെളിയിക്കാനാകുമോ? ഇല്ല എന്നതാ വസ്തുത. റജബ് 27-ന്റെ അന്ന് മിഅ്റാജ് നോമ്പ് എന്ന് പറഞ്ഞ് ഒരു നോമ്പ് അനുഷ്ഠിക്കുക, അതല്ലെങ്കിൽ റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച സ്വലാത്തുർ റഗായിബ് എന്ന പേരിൽ ഒരു പ്രത്യേക നമസ്കാരം നിർവഹിക്കുക, ഇതിനൊന്നും ഒരു സ്വഹീഹായ ഹദീസ് പോലുമില്ല എന്നതാണ് വസ്തുത. എന്നാൽ പ്രിയമുള്ളവരെ, റജബ് മാസത്തിന്റെ പോരിശകൾ പറയുന്ന ധാരാളം റിപ്പോർട്ടുകളുണ്ട് പല ഗ്രന്ഥങ്ങളിലും. റജബ് മാസത്തിന്റെ പോരിശ പറയുന്ന അതിൽപ്പെട്ട ഒരു റിപ്പോർട്ടാണ് എന്ത്? മൻ സ്വാമ, ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ റജബ് 27-ന് ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ കുതിബ ലഹു സവാബു സിയാമി 60 ശഹ്റ, 60 മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം ആ മനുഷ്യന് കിട്ടും. ഇത് റജബ് മിഅ്റാജ് നോമ്പിന്റെ വിഷയത്തിൽ വന്ന ഒരു റിപ്പോർട്ടാണ്. ഏതിലായി റിപ്പോർട്ട് വന്നത്? ഗുനിയ എന്ന് പറയുന്ന ഗ്രന്ഥം, ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് മുഴുവൻ പണ്ഡിതന്മാരും വ്യക്തമാക്കിയത്
മൗലൂആയ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസാകുന്നു ഇത് എന്നാണ്. സ്വഹീഹായ പരമ്പരകളോടുകൂടി സ്വഹീഹായ നിലക്ക് വന്ന റിപ്പോർട്ടല്ല ഇത് എന്ന് മുഴുവൻ മുഹദ്ദിസീങ്ങളും കൃത്യമായ രൂപത്തിൽ എഴുതി വച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ റജബ് മാസം ആദ്യ വെള്ളി മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലായി 12 റക്അത്ത് നിസ്കരിക്കൽ സ്വലാത്തുർ റഗായിബ് എന്നാണ് അതിന് പറയപ്പെടുന്നത്. റജബ് മാസം ആദ്യത്തെ വെള്ളി മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലായി 12 റക്അത്ത് നിസ്കരിക്കുക. അതുപോലെ ശഅബാൻ 15 രാത്രിയിൽ 100 റക്അത്ത് നിസ്കരിക്കൽ. ഇതൊന്നും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല പ്രിയമുള്ളവരെ. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഷാഫി മദ്ഹബിലെ മുഴുവൻ ആളുകൾക്കും സ്വീകാര്യയോഗ്യനായ പണ്ഡിതനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം തന്നെ പറയുന്നു, ഏത് ഈ സ്വലാത്തുർ റഗായിബ് റജബ് മാസത്തിലുള്ള ഈ പ്രത്യേക നമസ്കാരത്തെ സംബന്ധിച്ച്, അതുപോലെ ശഅബാൻ 15 പ്രത്യേകമായ നമസ്കാരത്തെ സംബന്ധിച്ച്, ആ 2 നമസ്കാരത്തെ സംബന്ധിച്ച് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, വഹാതാനി സ്വലാതാനി ബിദ്അതാനി, ഈ 2 നമസ്കാരങ്ങളും ബിദ്അത്താകുന്നു. വമുൻകറാനി ഖബീഹതാനി, അവ രണ്ടും അങ്ങേയറ്റം വലിയ തിന്മയും മ്ലേച്ഛവുമാകുന്നു എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ, വലാ യഗ്തറു ബിദിക്രിഹിമാ ഫീ കിതാബി ഖൂത്തുൽ ഖുലൂബി വ ഇഹ്യാ ഉലൂമുദ്ദീൻ. ഖൂത്തുൽ ഖുലൂബ് അതുപോലെ തന്നെ ഇഹ്യാ ഉലൂമുദ്ദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ ആരും വഞ്ചിതരാകരുത് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഈ നമസ്കാരത്തെ സംബന്ധിച്ച് പല ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട്. അങ്ങനെ പല ഗ്രന്ഥങ്ങളിലും ഇത് വന്നു എന്നതുകൊണ്ട് നിങ്ങളൊരാളും തന്നെ വഞ്ചിതരായി പോകരുത് എന്ന് അദ്ദേഹം സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, തന്റെ ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താണ്? ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കെട്ടിയുണ്ടാക്കിയ ആളുകളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, ഖാതലല്ലാഹു വാളിഅഹാ വമുഖ്തരിഅഹാ. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പ്രവാചകന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആളുകളെ അല്ലാഹു തആല ശപിക്കട്ടെ എന്ന് പോലും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ച എത്ര സുന്നത്ത് നോമ്പുകളുണ്ട്. പ്രവാചകന്റെ വാക്കുകൊണ്ടും പ്രവാചകന്റെ പ്രവൃത്തി കൊണ്ടും അംഗീകാരം കൊണ്ടുമൊക്കെ സ്ഥിരപ്പെട്ടിട്ടുള്ള സ്വഹീഹായ പരമ്പരകളോടുകൂടി വന്നിട്ടുള്ള എത്രയെത്ര സുന്നത്ത് നോമ്പുകളുണ്ട്. ശവ്വാലിലെ 6 നോമ്പ് നമുക്കറിയാം, അറഫ നോമ്പ് നമുക്കറിയാം, മുഹറം മാസം 9, 10 നോമ്പ് നമുക്കറിയാം, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നമുക്കറിയാം, അയ്യാമുൽ ബീദ് അഥവാ ഓരോ അറബി മാസങ്ങളിലെയും 13, 14, 15 തീയതികളിലുള്ള നോമ്പ്. ഇതൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട നോമ്പാണ്. ഈ നോമ്പുകളൊക്കെ സുന്നത്തായ നോമ്പാണ്. സ്വഹീഹായ ഹദീസുകളുണ്ട് ഈ നോമ്പിന്. എന്നാൽ ചിലർ റജബ് 27 മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ നോമ്പനുഷ്ഠിക്കുന്നു. ചില ആളുകൾ ശഅബാൻ 15 ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു നോമ്പനുഷ്ഠിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവ രണ്ടിനും ഇസ്ലാമിൽ വല്ല സ്ഥാനവുമുണ്ടോ? ഈ മിഅ്റാജ് നോമ്പിനും ബറാത്ത് നോമ്പിനും ഇസ്ലാമിൽ വല്ല സ്ഥാനവുമുണ്ടോ? പ്രവാചകന്റെ വാക്കിലൂടെ സ്ഥിരപ്പെട്ടതാണോ ഇത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ചു കാണിച്ചു തന്നതാണോ ഇത്? അതുമല്ലെങ്കിൽ പ്രവാചകന്റെ മുന്നിൽ വെച്ച് സ്വഹാബികൾ അനുഷ്ഠിക്കുകയും പ്രവാചകൻ അതിന് അംഗീകാരം നൽകുകയും
ആ നിലക്കെങ്കിലും സ്ഥിരപ്പെട്ടതാണോ പ്രിയമുള്ളവരെ ഈ നോമ്പ്? ഇതിലേതെങ്കിലും ഒരു മാർഗത്തിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടോ? അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിലല്ലേ സുന്നത്ത് എന്ന നിലക്ക് നമുക്കത് നിർവഹിക്കാൻ പറ്റൂ. എന്താണ് സുന്നത്ത് എന്ന് പറയുന്നത്? സുന്നത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യം സുന്നത്താകുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത് എപ്പോഴാണ്? നമ്മളൊരു കാര്യം ചെയ്തു, അത് തരക്കേടില്ല എന്ന് നമുക്ക് തോന്നി, അതിനാണോ സുന്നത്ത് എന്ന് പറയുന്നത്? അതിനാണോ സുന്നത്ത് എന്ന് പറയുന്നത്? പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, ജംഉൽ ജവാമിഉ എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് സുന്നത്ത് എന്നത്. സുന്നത്തിന്റെ കൃത്യമായ വിശദീകരണം അതിലുണ്ട്. എന്താ അതിൽ പറയുന്നത്? സുന്നത്ത് എന്ന് പറയുന്നത് ഹിയ അഖ്വാലു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് എന്ന് പറയുന്നത് അത് പ്രവാചകന്റെ വാക്കിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. വഅഫ്ആലുഹു, പ്രവാചകന്റെ പ്രവർത്തനങ്ങളിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. വമിൻഹാ തഖ്രീറുഹു, അതിൽപ്പെട്ടത് തന്നെയാണ് പ്രവാചകന്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള കാര്യങ്ങളും. അതായത് പ്രവാചകനുള്ള സന്ദർഭത്തിൽ സ്വഹാബികൾ ഒരു കാര്യം ചെയ്തു, പ്രവാചകൻ അതിന് മൗനാനുവാദം നൽകി എങ്കിൽ അതും സുന്നത്തിൽ പെടും. എന്നാൽ പ്രിയമുള്ളവരെ, ഈ മിഅ്റാജ് നോമ്പും ബറാത്തു നോമ്പും ഈ നിലയിൽ ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഷാഫി മദ്ഹബിൽ അംഗീകാരമുള്ള കർമ്മപരമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടല്ലോ, നമുക്കൊക്കെ പരിചയമുള്ള ഒരു ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ഏത് സാധാരണക്കാരനും മലയാളത്തിൽ വായിക്കാൻ കഴിയുന്ന രൂപത്തിൽ മലയാളത്തിൽ വിവർത്തനങ്ങളുണ്ട് ആ ഗ്രന്ഥത്തിന്. ആ ഫത്ഹുൽ മുഈന് പരിഭാഷകളുണ്ട്, ഒന്നിലേറെ പരിഭാഷകളുണ്ട്. ഇസ്ലാം നിയമ സംഹിത ഫത്ഹുൽ മുഈൻ, ആശയ സംഗ്രഹം എന്ന നിലക്ക് ഫത്ഹുൽ മുഈനിന് ഒരു പരിഭാഷയുണ്ട്. അതിൻ്റെ ആമുഖത്തിൽ പഠനം എന്ന നിലക്ക് ഹെഡിങ്ങോടുകൂടി കുറച്ച് കാര്യങ്ങൾ എഴുതുന്നുണ്ട്, അവതാരിക എഴുതുന്നുണ്ട്. ആരാ എഴുതുന്നത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ആ പരിഭാഷ എടുത്തു പരിശോധിച്ചു നോക്കൂ, അതിൻ്റെ പേജ് 281. ആ ഫത്ഹുൽ മുഈനിന്റെ പരിഭാഷ, അതിൻ്റെ പേജ് 281 സുന്നത്ത് നോമ്പുകൾ എന്ന ഒരു ഹെഡിങ് കാണാം. സുന്നത്ത് നോമ്പുകൾ എന്ന ഒരു ഹെഡിങ്. അതിങ്ങനെ വായിച്ചു നോക്കിയാൽ അറഫ നോമ്പ് അതിൽ പറഞ്ഞിട്ടുണ്ട്, ആശൂറ നോമ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, താസുആ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, 6 നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, അയ്യാമുൽ ബീദ് എല്ലാ അറബി മാസങ്ങളിലും 13, 14, 15 ദിവസങ്ങളിലുള്ള നോമ്പിനെ സംബന്ധിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ചും വ്യാഴാഴ്ചയിലെ നോമ്പിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മിഅ്റാജ് നോമ്പ്, ബറാത്ത് നോമ്പ് എന്ന നിലക്ക് ഒരു നോമ്പിനെ സംബന്ധിച്ച് അതിൽ നമുക്ക് കാണുക സാധ്യമല്ല. എന്തുകൊണ്ടാണ് അതിൽ വരാതെ പോയത്? നേരത്തെ സൂചിപ്പിച്ചത് മുഴുവനും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട നോമ്പാണ്. ഇതിന് സ്ഥിരപ്പെട്ട ഒരു ഹദീസില്ല. പ്രവാചകനിൽ നിന്നും കൃത്യമായി നിവേദനം ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് പോലും ഈ വിഷയത്തിലില്ല. അതുകൊണ്ട് തന്നെ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ആ ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിൽ സുന്നത്ത് നോമ്പുകൾ എന്ന അധ്യായത്തിൽ വിശദീകരിക്കുമ്പോൾ മിഅ്റാജ് നോമ്പിനെ പറയാതെ പോയി, ബറാത്ത് നോമ്പിനെ സംബന്ധിച്ചും പറയാതെ പോയി. അതുപോലെ തന്നെ റജബ് ആദ്യ വെള്ളി നിർവഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന സ്വലാത്തുർ റഗായിബ്, അതുപോലെ തന്നെ ശഅബാൻ പകുതിയിലെ പ്രത്യേക നിസ്കാരം, ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ഇതെല്ലാം ചീത്ത ബിദ്അത്താകുന്നു, അതേക്കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ വ്യാജവുമാണ്. ആ ഫത്ഹുൽ മുഈനിൽ തന്നെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് എന്താണെന്നറിയോ? വ്യാജ നിസ്കാരം എന്നാണ്. വ്യാജ നിസ്കാരം എന്നാണ് ഹെഡിങ്ങനെ കൊടുത്തത് ഫത്ഹുൽ മുഈനിൽ. എന്നിട്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതൊക്കെ പറയുന്നുണ്ട് ആ വിഷയത്തിൽ.
സുന്നത്ത് നമസ്കാരങ്ങളെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം വുളു ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിക്കൽ സുന്നത്താണ്, അതുപോലും അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്വലാത്തുർ റഗായിബിനെ സംബന്ധിച്ച്, റജബിലെ പ്രത്യേക നമസ്കാരത്തെ സംബന്ധിച്ച്, ഷാബാൻ മാസത്തിലുള്ള പ്രത്യേക നമസ്കാരത്തെ സംബന്ധിച്ച് അതിൽ പറയുന്നില്ല. ഇനി നോക്കൂ നിങ്ങൾ, പള്ളി ദർസുകളിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അശ്റത്തു കുതുബ്, 10 കിതാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം. അതിന്റെ പേജ് 13 ഒരു അധ്യായമുണ്ട്. ഫസ്ലു ഫീ സൗമി തതവ്വുഇ എന്നാണ്. സുന്നത്ത് നോമ്പുകളെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ്. 10 കിതാബിന്റെ പേജ് 13 ഇതിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ. വയുസന്നു, സുന്നത്താക്കപ്പെടും സൗമ അറഫ, അറഫ നോമ്പ്, വ ആശൂറ, ആശൂറഇന്റെ നോമ്പ്, വ താസുഅ, താസുഅഇന്റെ നോമ്പ്, വ സിത്തത്തും മിൻ ശവ്വാൽ, ശവ്വാലിലുള്ള 6 നോമ്പ്, വ അയ്യാമിൽ ബീള് അഥവാ അയ്യാമുൽ ബീള്, അയ്യാമുൽ ബീളിന്റെ നോമ്പ്, വൽ ഇസ്നൈനി വൽ ഖമീസ്, തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്, ഇതൊക്കെ സുന്നത്താക്കപ്പെടും എന്ന് ആ 10 കിതാബിന്റെ ആ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന അധ്യായത്തിൽ കൃത്യമായി പറഞ്ഞു. ഇതിൽ മിഅ്റാജ് നോമ്പ്, ബറാത്ത് നോമ്പ് പറഞ്ഞിട്ടില്ല. ഇതിൽ മിഅ്റാജ് നോമ്പ്, ബറാത്ത് നോമ്പ് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ആ 10 കിതാബിന്റെ 11ാമത്തെ പേജിൽ സുന്നത്ത് നമസ്കാരങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ആ സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ സുന്നത്ത് നമസ്കാരങ്ങളുണ്ടല്ലോ, അത് മുഴുവനും അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റജബ് മാസം പ്രത്യേകമായ ഒരു നമസ്കാരം നിർവഹിക്കണമെന്ന നിലക്ക്, ശഅബാനിൽ പ്രത്യേകമായ ഒരു നമസ്കാരം നിർവഹിക്കാനുണ്ടെന്ന നിലക്ക് ഒരു കാര്യം പോലും അവിടെ പറഞ്ഞിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റജബിലെ ഇത്തരം നമസ്കാരങ്ങളെ സംബന്ധിച്ച് ഷാഫി മദ്ഹബിൽ അംഗീകാരമുള്ള ഒരു പണ്ഡിതൻ ഇമാം ഷീറാസി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ സിഫുറുസ് സആദ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പേജ് 144 അദ്ദേഹം എഴുതുന്നു, വബാബു സ്വലാത്തി ലൈലത്തിൽ മിഅ്റാജി, മിഅ്റാജിന്റെ രാത്രിയിലുള്ള നമസ്കാരം ലം യസിഹ ഫീഹാ ശൈഉൻ, അതിൽ ഒന്നും തന്നെ സ്വഹീഹായി വന്നിട്ടില്ല. ഷാഫി മദ്ഹബിലെ അംഗീകാരമുള്ള പണ്ഡിതനാണ് ഇമാം ഷിറാസി റഹ്മത്തുള്ളാഹ്. അദ്ദേഹം എഴുതിയ സിഫുറുസ് സആദ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. എന്താ പറയുന്നത്? മിഅ്റാജ് രാത്രിയിലുള്ള നമസ്കാരമുണ്ടല്ലോ, ലം യസിഹ ഫീഹാ ശൈഉൻ, അതിലൊന്നും തന്നെ സ്വഹീഹായി വന്നിട്ടില്ല എന്ന് വളരെ കൃത്യമായ രൂപത്തിൽ പ്രിയമുള്ളവരെ അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ റജബ് മാസം പ്രത്യേകമായ ഉംറ നിർവഹിച്ചാൽ ഇന്ന കൂലിയൊക്കെയുണ്ട് എന്ന് പറയുന്ന ചില വാറോലകളുണ്ട്. എന്നാൽ ഇതും സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല, വളരെ ദുർബലമാണ്, കെട്ടിച്ചമച്ചുണ്ടാക്കിയ ചില റിപ്പോർട്ടുകളാണ്. പ്രിയമുള്ളവരെ, റജബ് മാസം ഉംറ കർമ്മം നിർവഹിക്കുന്നതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട് എങ്കിൽ അത് നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചു തരേണ്ടത് ആരാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന് ജീവന് തുല്യം സ്നേഹിച്ച സ്വഹാബാ കിറാമുമാണ്. അവരാരെങ്കിലും റജബ് മാസത്തിൽ പ്രത്യേകമായ പുണ്യമുണ്ടെന്ന നിലക്ക് ഉംറ കർമ്മം നിർവഹിച്ചോ? റജബ് മാസത്തിൽ പ്രവാചകൻ ഉംറ തന്നെ നിർവഹിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. നോക്കൂ നിങ്ങൾ. എന്നിട്ടോ റജബ് മാസത്തിൽ ഒരു ഉംറ ചെയ്താൽ ഇന്ന കൂലിയാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുകയാണ്. ആരൊക്കെയോ നമ്മെ വിശ്വസിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതികളല്ല അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് 13 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ട്. 13 വർഷം. ഒരിക്കൽ പോലും ഈ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടില്ല. ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് പ്രവാചകനാണല്ലോ. ആ ഇസ്രാ മിഅ്റാജ് ദിനത്തിൽ ഓരോ വർഷവും അറിഞ്ഞു വരുമ്പോ ഒരു നോമ്പെടുക്കൽ വലിയ കാര്യമായിരുന്നുവെങ്കിൽ
അത് നമുക്ക് ചെയ്ത് കാണിച്ചു തരേണ്ടത് ആരായിരുന്നു പ്രിയമുള്ളവരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ? പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ആ നിലക്ക് മാതൃക കാണിച്ചു തന്നിട്ടില്ല. പ്രവാചകന്റെ മാതൃക ഇല്ലാത്തതൊന്നും ദീനിന്റെ പേരിൽ പ്രത്യേകം പുണ്യം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുക ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല. അത് ഗൗരവമുള്ള കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞ്, സുന്നത്താണ് എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് പ്രവാചകൻ ചെയ്തു എന്നതിനുള്ള കൃത്യമായ തെളിവ് വേണം. ഇല്ലാത്ത പക്ഷം പ്രവാചകന്റെ പേരിൽ നമ്മൾ കള്ളമാരോപിക്കുകയാണ് ചെയ്യുന്നത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, ഇനി ആരെങ്കിലും അങ്ങനെ വല്ല കാര്യങ്ങളും കൊണ്ടുവന്നാൽ അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്ത, അള്ളാന്റെ റസൂല് ചെയ്ത് കാണിച്ചിട്ടില്ലാത്ത, അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ സ്വഹാബികൾ ചെയ്യുകയും പ്രവാചകൻ അംഗീകാരം നൽകുകയും ചെയ്തു എന്നതിന് രേഖകളില്ലാത്ത ഏതെങ്കിലും ഒരു ഇബാദത്ത്, ഏതെങ്കിലും ഒരു പുണ്യകർമ്മം സുന്നത്തെന്ന നിലക്ക് ആര് കൊണ്ടുവന്നാലും ശരി, അത് തള്ളിക്കളയണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ അഹദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി വല്ലതും ഉണ്ടാക്കിയാൽ, ഏത് കാര്യത്തിൽ? ദീൻ കാര്യത്തിലാണ്. മാ ലൈസ മിൻഹു, അതിലില്ലാത്തതായ ഒന്ന്, ഫഹുവ റദ്ദുൻ, അപ്പോൾ അത് തള്ളിക്കളയണം. ബുഖാരി മുസ്ലിം ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് പ്രിയമുള്ളവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ കാര്യം ഉദ്ധരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ ഇസ്ലാമിലില്ലാത്ത ഒരു പുതിയ കാര്യം ആര് കൊണ്ടുവന്നാൽ, അത് എത്ര വലിയ ഖോജയായാലും ശരി, എത്ര വലിയ ഷെയ്ഖായാലും ശരി, എത്ര വലിയ ആൾബലമുള്ള ആളായാലും ശരി, ദീനിന്റെ പേരിൽ അത് ഇന്ന സുന്നത്താകുന്നു എന്ന നിലക്ക് കൊണ്ടുവരുന്നു, പക്ഷെ ഇസ്ലാമിൽ അടിസ്ഥാനമില്ലെങ്കിൽ അത് തള്ളിക്കളയണം. ഇന്ന ആള് പറഞ്ഞതല്ലേ, ഇന്ന കോജ പറഞ്ഞതല്ലേ, ഇല്ലാത്തത് പറയൂലല്ലോ എന്ന് വിചാരിച്ച് അത് അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന സ്വഭാവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, അല്ലാഹുവിന്റെ റസൂൽ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അതിനെ നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, അള്ളാന്റെ റസൂല് നിങ്ങളോട് എന്തെങ്കിലും വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വിരോധിക്കുകയും ചെയ്യുക. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അത്തിഉർ റസൂല, റസൂലിനെ നിങ്ങൾ അനുസരിക്കണം, എങ്കിൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആലയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണർത്തി, എന്താണ്? ഇന്നഹു ലൈസ ഷൈഉൻ യുഖർരിബുകും മിനൽ ജന്ന ഇല്ലാ ഖദ് അമർതുകും ബിഹി, സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു കാര്യവും തന്നെ ഇല്ല, ഇല്ലാ ഖദ് അമർതുകും ബിഹി, അതിനെ സംബന്ധിച്ച് നിങ്ങളോട് ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ. വലൈസ ഷൈഉൻ യുഖർരിബുകും മിനന്നാർ, നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു കാര്യവും തന്നെ ഇല്ല, ഇല്ലാ ഖദ് നഹൈതുകും അൻഹു, നിങ്ങളോട് അതിനെ സംബന്ധിച്ച് ഞാൻ നിരോധിച്ചിട്ടല്ലാതെ. നരകത്തിലേക്ക് പോകാൻ ഇടയുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് നിരോധിച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്താണോ നന്മയായിട്ടുള്ളത് അത് മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. പരിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ആ പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടതായ കാര്യങ്ങൾ പുണ്യകർമ്മം എന്ന നിലക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. സുന്നത്ത് നോമ്പുകൾ തന്നെ എത്രയുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് നോമ്പ് എടുക്കുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, എല്ലാ ആഴ്ചയിലും 2 നോമ്പ്, തിങ്കൾ വേണം. അതേപോലെ അറബി മാസം 13, 14, 15 ടോട്ടൽ ഒന്ന് കൂട്ടി നോക്കി നിങ്ങൾ, ഒരു മാസം എത്ര നോമ്പ് അനുഷ്ഠിക്കണം ഒരു വിശ്വാസി? ഈ നോമ്പിനെ സംബന്ധിച്ചൊന്നും ആർക്കും യാതൊരു ഗൗരവവുമില്ല.
എന്നാലോ ഇനി റജബ് 27 വരട്ടെ. മിറാജ് നോമ്പ് എന്ന് പറഞ്ഞ് ചില ആളുകൾ എന്ത് ഊക്കിലാണെന്നറിയോ ആ നോമ്പെടുക്കുക. അതെടുക്കാത്തവന്റെ മുഖത്ത് നോക്കിയിട്ട് ഇയൊന്നും ഇസ്ലാമിൽ പെട്ടതിലുമെന്നല്ലോ, ഇയൊക്കെ ഇസ്ലാമിന് പുറത്താ, ആ കോലത്തിലാ നോക്കുക അതിനെ എടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൽ ഒരു പുണ്യകർമ്മം എന്ന നിലക്ക് നമുക്കെന്ത് ചെയ്യണമെങ്കിലും, അത് നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഒരു ദിക്റാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, എന്തായാലും ശരി, അള്ളാന്റെ റസൂല് കൃത്യമായി പഠിപ്പിച്ചതാണോ, അള്ളാന്റെ റസൂല് കൃത്യമായി മാതൃകയുണ്ടോ എന്ന നിലക്കുള്ള ഒരു പരിശോധന നമുക്ക് നടത്താൻ സാധിക്കണം. മുമ്പ് കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് അമലുകൾ ചെയ്യുന്ന, ഇബാദത്തുകളിൽ ഏർപ്പെടുന്ന, ദിക്റ് ദുആകളിൽ ഏർപ്പെടുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിലോ നമ്മുടെയൊക്കെ വിശ്വാസത്തിലോ കർമ്മങ്ങളിലോ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളോ തെറ്റുകളോ കുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അതൊക്കെ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, രോഗം കൊണ്ട് വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ പലരും വെന്റിലേറ്ററിലും ICUയിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലും പല വിധത്തിലുള്ള വേദനകൾ അനുഭവിച്ച് കഴിഞ്ഞുകൂടുന്നവരാണ്. അവർക്കൊക്കെ അല്ലാഹു തആല ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും നമ്മുടെ പലരുടെയും ഉപ്പമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, നമ്മുടെ പലരുടെയും ഉമ്മമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, നമ്മുടെ പലരുടെയും മക്കളും നമ്മുടെ പലരുടെയും ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തകരായിരുന്ന മുബാറക്ക്, ആഷിഖ് എന്നിവരുടെ പിതാവ് ഇന്നലെ മരണപ്പെട്ട വിവരം നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. അല്ലാഹു തആല ആ പിതാവിന് എല്ലാ നിലക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കബറിടം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.